അപ്പോൾ ഹലോ, ഫുട്ബോളിലെ പല മുഖങ്ങളും വിസ്മയമാണ്. അതിൽപ്പെട്ട ഒരു മുഖമായിരിക്കും ഇനി നമ്മളെല്ലാവരും ഓർത്തിരിക്കാൻ പോകുന്ന കാബോ വെർഡയുടെ ഗോൾ കീപ്പറായ വൊസീനിയോട്. ഒരാളുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് എത്രത്തോളം അയാളുടെ കഴിവുകളെ പ്രകടമാക്കുന്നു അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വൊസീനിയോ. അദ്ദേഹം 40ാമത്തെ വയസ്സിലെത്തി നിൽക്കുമ്പോഴാണ് അത് ലെജൻഡ്സായ ഫുട്ബോളേഴ്സും അത് ശക്തരായ ടീമുകളും അടിക്കുന്ന ബുള്ളറ്റ് ഷോട്ടുകൾ പോലും വളരെ കരുത്തോടുകൂടി വൻമതിലായിട്ട് അയാൾ തടഞ്ഞു നിർത്തിയത്. ഇതിന് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആയിരുന്നു. 2012 കരിയർ സ്റ്റാർട്ട് ചെയ്ത അദ്ദേഹം 40ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് 14 വർഷങ്ങൾക്ക് ശേഷമാണ് സക്സസ് എത്തിയത്. സക്സസ് ഇൻ ദ ടേം ഒരു ഫുട്ബോൾ കളിക്കാരനായി കരിയർ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സ്വപ്നമായിരിക്കും, ഞാനൊരു ഫുട്ബോൾ വേൾഡ് കപ്പ് കളിച്ചിരുന്നെങ്കിൽ. അദ്ദേഹം അതിനുവേണ്ടി കളിക്കും എന്നുള്ള ഉറപ്പല്ല, അദ്ദേഹം ചിന്തിച്ചിട്ട് പോലും കാണില്ല ഞാൻ ഫുട്ബോൾ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേൾഡ് കപ്പ് കളിക്കുമോ ഇല്ലയോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് സക്സസ് കണ്ടെത്താൻ കഴിഞ്ഞത് 40ാമത്തെ വയസ്സിലാണ്. അപ്പോൾ വൊസീനിയോയുടെ ജീവിതത്തിൽ ഞാൻ പഠിച്ച 2 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഹലോ ജോഷ്. പറഞ്ഞ പോലെ തന്നെ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കൺസിസ്റ്റൻസി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഈ കൺസിസ്റ്റൻസി പറയാൻ ഇത്ര ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കൺസിസ്റ്റൻ്റ് ആവുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പം പറയും ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലൊരു ബുദ്ധിമുട്ടുണ്ട്. എന്താണ് ആ ബുദ്ധിമുട്ട്? നമുക്ക് മടുക്കും. നമ്മൾ രാവിലെ എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഒരേ കാര്യം ചെയ്യുന്നു, വീണ്ടും വൈകുന്നേരം തിരിച്ചു വരുന്നു, ഫുഡ് കഴിയും, കടന്നുറങ്ങുന്നു. അപ്പോൾ വൊസീനിയോയുടെ ജീവിതത്തിൽ ഒരേ കാര്യം തന്നെ കുറേ കാര്യം ചെയ്യുമ്പോൾ മടുക്കും. പക്ഷേ ഈ മടുപ്പ് വന്നാൽ പോലും അത് മടുപ്പ് തോന്നാത്ത ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ആ കാര്യത്തിനെ നമ്മൾ വിടാതെ ചെയ്യുന്നതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. 2ാമത്തെ പോയിന്റാണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. അതായത് ചെറിയ കാര്യത്തിൽ നമുക്ക് പെട്ടെന്ന് സന്തോഷം കണ്ടെത്തുന്നു. ആ കണ്ടെത്തുന്ന സന്തോഷം നമ്മുടെ ലോങ് ടേം ഗോളുകൾക്ക്, ദീർഘകാല ലക്ഷ്യങ്ങൾക്ക് തടസ്സമാണ്. ഇപ്പം നിങ്ങൾ ആയിരിക്കും അതിങ്ങനെ തടസ്സമാകുന്ന സന്തോഷം. എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ബോഡി ഫിറ്റായിട്ട് ജീവിതകാലം, അതായത് നമ്മൾ എത്രത്തോളം ജീവിക്കുന്നോ അത്രയും കാലം ബോഡി ഫിറ്റായി മെയിൻറ്റെയിൻ ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരു എണ്ണക്കടി കണ്ടു, ഐസ്ക്രീം കണ്ടു, സ്വീറ്റ്സ് കണ്ടു, ഇതൊക്കെ നമുക്ക് കഴിക്കാൻ തോന്നും. ആ കഴിക്കാൻ തോന്നുമ്പോൾ ആ കഴിക്കുന്ന നിമിഷം നമുക്ക് കുറച്ച് സന്തോഷം കിട്ടും, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആ സാറ്റിസ്ഫാക്ഷനാണ് നമ്മുടെ ലോങ് ടേം ആയ നമുക്ക് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഗോളിനെ തടസ്സമാകുന്നത്. ഈ വൊസീനിയോയുടെ ജീവിതത്തിൽ ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഇല്ലായിരുന്നു. അദ്ദേഹം ഈ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഒക്കെ ഒഴിവാക്കിയിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ 40ാമത്തെ വയസ്സിലാണ്. അത്രയും ടൈം എടുത്തു അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടാനായിട്ട്. പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്, ഞാൻ കണ്ട ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്, അദ്ദേഹം ഇനി മരിക്കുന്നത് വരെ അദ്ദേഹത്തിന് സന്തോഷം മാത്രമായിരിക്കും ഉണ്ടാവുക. കാരണം അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം സാക്രിഫൈസ് ചെയ്ത കാര്യങ്ങൾ, കൺസിസ്റ്റൻ്റ് പഠിച്ച കാര്യങ്ങൾ, ക്വിറ്റ് ചെയ്യാതിരുന്ന കാര്യം, ഇതെല്ലാം അദ്ദേഹത്തിന് ഇനി പെർമനൻറ്റ് സന്തോഷമായിരിക്കും. ആ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന ടെമ്പററി ആയ സന്തോഷത്തിനെക്കാട്ടും വലുതാണ് പെർമനൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം നേടിയ ഈ സന്തോഷം. അപ്പോൾ വൊസീനിയോയുടെ ജീവിതത്തിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ